ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ പുതിയൊരു വാൾ ഡെക്കർ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പറയാനാണ്. നിങ്ങൾ എൻ്റെ ആ വീഡിയോയിൽ ആദ്യം കണ്ടപ്പോൾ തന്നെ അറിയാം, അത് ഒരു വാളിൽ കുറേ പിക്സലായിട്ടുണ്ട്, ഒരു വാളിലാണെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വാൾ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഓരോ പാർട്ടായിട്ട് ഓരോ സീരീസായിട്ട് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇന്ന് ഞാനൊരു സ്പോട്ടിഫൈയുടെ സിമ്പിളാണ് ഒട്ടിക്കാൻ പോണത്. ഇത് ഞാൻ കുറേ പേരുടെ റൂമിൽ ഇങ്ങനെ ഇരിക്കാൻ കണ്ടിട്ടുണ്ട്, അത് കണ്ടിട്ട് ചെയ്യുന്നതാണ്. സിമ്പിൾ നിങ്ങൾക്ക് പിൻട്രസ്റ്റിലോ ഗൂഗിളിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ടല്ലോ, അത് നോക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇൻസ്ട്രുമെൻറ്റ് ബോക്സൊക്കെ പൊടിതട്ടിയെടുത്ത് ഇതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ 2 സർക്കിൾ വരച്ച് എന്നിട്ട് അതിനകത്ത് വരച്ചു കൊടുക്കുകയാണ് സ്പോട്ടിഫൈയുടെ സിമ്പിൾ, ആ നടുക്കത്തെ ആ വര കണക്കത്തെ സംഭവങ്ങളൊക്കെ. അതിന് ശേഷം ഞാൻ പെയിൻറ്റ് മിക്സ് ചെയ്തെടുത്ത്, ഞാനിത് കാണിക്കുന്ന കുറച്ച് സ്പീഡിലായിപ്പോയി, അതുകൊണ്ട് ഞാൻ പറയാം. ലൈറ്റ് ഗ്രീന്, ഡാർക്ക് ഗ്രീന്, വൈറ്റ്. ലൈറ്റ് ഗ്രീന് കൂടുതൽ അളവിലെടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതിനൊരു കളർ ഉണ്ടാക്കിയെടുത്തത്. അതിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഔട്ട്ലൈനിലും ആ നടുക്കത്തെ വരയിലും ബ്ലാക്കാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ബ്ലാക്ക് കളറും അടിച്ച്. ഞാനൊരു സജഷൻ പറയാം, നിങ്ങളിത് വെട്ടിയെടുത്തതിന് ശേഷം പെയിൻ്റ് അടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഇത് ഉണങ്ങാൻ കുറേ സമയം ഞാൻ കാത്തിരിക്കേണ്ടി വന്നു, ഇങ്ങനെ അടുക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് വെട്ടിയെടുത്തതിന് ശേഷം ഇതാണ് ഗൈസ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ കുറേ ഇങ്ങനെ സംഭവങ്ങൾ ഈ വാളിൽ വെക്കുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ലാസ്റ്റ് ഔട്ട്പുട്ട് കാണണമെങ്കിൽ എല്ലാവരും ഈ സീരീസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ ബൈ.